നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിലെ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തിലെ താബോറിൽ താമസിക്കുന്ന പയ്യപ്പള്ളി ജോണിയുടെ മകൻ അനിൽ ജോണിയെയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മുപ്പത്തിയാറ് വയസ്സ് പ്രായമുള്ള ഇദ്ദേഹം വളരെ കാലമായി 2 കിഡ്നികളും തകരാറിലായി ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം നടത്തി ജീവിതം മുന്നോട്ട് നീക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മൂക്കന്നൂർ ഫൊറോനയിൽപ്പെട്ട താബോർ തിരുക്കുടുംബ ഇടവക വികാരിയെ ആണ് ഞാൻ, സെബാസ്റ്റ്യൻ തേക്കാനത്തച്ഛൻ. ഈ ഇടവകയിൽപ്പെട്ട അനിൽ ജോണി എന്ന് പറയുന്ന 36 വയസ്സുള്ള ഒരു നിർധന കിഡ്നി രോഗിയായ വ്യക്തിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഏതാനും വർഷങ്ങളായിട്ട് ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്ന ഈ ജോണിക്ക് ചികിത്സാർത്ഥം മുന്നോട്ട് പോകുവാനായിട്ട് സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടും കെടുതികളുണ്ട്. നിങ്ങളുടെ നല്ല മനസ്സിനെയും ഉദാരതയെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ജോണിക്ക് ഒരു ജീവിതം കൊടുക്കുവാനായിട്ട് നിങ്ങളുടെ കൈയഴിഞ്ഞ സഹായം തീർച്ചയായിട്ടും വലിയ ഒരു ദൈവ അനുഗ്രഹത്തിൻ്റെ പ്രവൃത്തിയായിരിക്കും എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഈ നിർധനനായ ജോണിയെ സഹായിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. അനിൽ 2 കുട്ടികളുടെ പിതാവാണ്. ഭാര്യ 2 വർഷം മുമ്പ് മരിച്ചുപോയി. ഇപ്പോൾ അനിലിൻ്റെ അപ്പനും അമ്മയും 2 കുട്ടികളും അടങ്ങിയതാണ് ഈ കുടുംബം. തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്ന ജോണി ഇപ്പോൾ ആസ്മരോഗവും പ്രായാധിക്യവും കാരണം തൊഴിലിന് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇന്ന് അനിലിൻ്റെ അമ്മ തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന തുച്ഛമായ കൂലിയാണ് ഇവരുടെ വരുമാനം. എൻ്റെ പേര് സിജി. ഞാൻ എറണാകുളം ജില്ലയിലെ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ മെമ്പറാണ്. അനിൽ താമസിക്കുന്ന വാർഡിൻ്റെ മെമ്പർ. അനിലിന് ഏകദേശം ഒരു 4.5 വർഷത്തോളമായി വൃക്ക സംബന്ധമായി അസുഖം ബാധിച്ചിട്ട് അനിൽ ആഴ്ചയിൽ 4 തവണ ഡയാലിസിസിന് വിധേയനായി കൊണ്ടിരിക്കുന്നുണ്ട്. അനിലിൻ്റെ കുടുംബത്തിന് ഈ ചികിത്സയും തുടർന്നുള്ള കാര്യങ്ങളും സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമായതിനാൽ നിസ്സഹായാവസ്ഥയിലാണ് അവർ കടന്നു പോകുന്നത്. അനിലിന് തുടർന്നുള്ള ജീവിതത്തിന് ട്രാൻസ്പ്ലാന്റേഷൻ അത്യാവശ്യമായിട്ടുണ്ട്. അതിനുള്ള തുക കണ്ടെത്താൻ അനിലിൻ്റെ കുടുംബം നന്ദി കഷ്ടപ്പെടുകയാണ്. കൂലിപ്പണിക്കാരനായ അനിലിൻ്റെ പിതാവും മാതാവും 2 പിഞ്ചു കുഞ്ഞുങ്ങളടങ്ങുന്നതാണ് അനിലിൻ്റെ കുടുംബം. ഭാര്യയില്ല, ഭാര്യ മരിച്ചുപോയി. അനിലിൻ്റെ തുടർന്നുള്ള ഓപ്പറേഷന് വൻ തുക അത്യാവശ്യമായുണ്ട്. അതിനു വേണ്ടിയിട്ട് നല്ലവരായ എല്ലാ സുമനസ്സുകളുടെയും സഹായത്തിന് വേണ്ടി താഴ്മയായി അപേക്ഷിക്കുന്നു. വൃക്ക മാറ്റിവയ്ക്കൽ മാത്രമേ അനിലിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഏക മാർഗം. എന്നാൽ അതിനുള്ള വലിയ തുക കണ്ടെത്തുവാൻ ഇവർക്ക് യാതൊരു നിവൃത്തിയുമില്ല.
ഈ സാഹചര്യത്തിൽ ഇവർ സുമനസ്സുകളായ പ്രേക്ഷകരുടെ സഹായത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എൻ്റെ പേര് അന്തോണീസ്. ഞാൻ അനിലിൻ്റെ അയൽവാസിയാണ്. ഏകദേശം 2020 അനിൽ കിഡ്നി സംബന്ധമായ രോഗം പിടിപെട്ട് അത് കണ്ടെത്തിയത്. അന്നു മുതൽ അനിലിന് നിരന്തരം ചികിത്സ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അത് കൂടുതൽ സങ്കീർണമായ രീതിയിലേക്ക് ആഴ്ചയിൽ 4 ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ്. അനിലിന് 1ാം സ്റ്റാൻഡേർഡിലും 4ാം സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന 2 കൊച്ചു കുഞ്ഞുങ്ങളാണുള്ളത്. അനിൽ ഒരു ചെറിയ വീട് പണി തുടങ്ങിയിട്ട് അത് ഇതുവരെ പൂർത്തിയാകാൻ പോലും സാധിച്ചിട്ടില്ല. അപ്പോൾ അനിലിൻ്റെ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ജീവൻ നിലനിർത്തണമെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഡോക്ടർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് വരുന്ന ഒരു ഭീമമായ തുക കണ്ടെത്തുവാനായിട്ട് അനിലിൻ്റെ കുടുംബത്തിനോ ആർക്കും സാധിക്കില്ല. അപ്പോൾ അതിനുള്ള ഒരു തുക കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളും അനിലിനെയും കുടുംബത്തെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പള്ളിയുടെയും പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ നാട്ടുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതിനുവേണ്ടിയുള്ള ധനസമാഹരണത്തിനായി ശ്രമിക്കുകയും കുറച്ചു പണം അതിൽ നിന്ന് കിട്ടുകയും ചെയ്തു. എന്നാൽ കോവിഡ് മഹാമാരിയുടെ കാലമായിരുന്നതുകൊണ്ട് മറ്റു സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ വന്നതുകൊണ്ടും ആ പണമൊക്കെ ഡയാലിസിസിനും മറ്റുമായി ചിലവായിപ്പോയി. ഇപ്പോൾ വീണ്ടും ആ പഴയ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. എൻ്റെ പേര് റോസിലി, എൻ്റെ കെട്ടിയോൻ്റെ പേര് ജോണി, ഞങ്ങളുടെ വീട്ടിൻ പേര് പയ്യപ്പള്ളി. ഞങ്ങൾ താവൂറിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് 3 മക്കളാണ്. 2 പെണ്ണും 1 ആണും. 2 പെൺപിള്ളേരെ കല്യാണം കഴിഞ്ഞു. പിന്നെ എൻ്റെ മോനാണെങ്കിൽ +2 പഠിച്ചു. അത് കഴിഞ്ഞ് വെൽഡിങ്ങും പെയിൻറ്റിങ്ങിൻ്റെ പണിയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൻ കല്യാണം കഴിച്ച് ഭാര്യ മരിച്ചു പോയി. അതിൽ 2 മക്കളുണ്ട്, കുഞ്ഞു പിള്ളേരാണ്. അവൾ മരിക്കുമ്പോൾ ഇളയ കൊച്ചിന് 1 വയസ്സ്, മൂത്തതിന് 4 വയസ്സ്. ഇങ്ങനെയൊക്കെ ആയപ്പോൾ മരിച്ചു. ഇളയ മോളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇവന് ഛർദിയും കിടപ്പും തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് ആകെ പേടിയായി, എന്താണെന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ മൂക്കുന്നൂർ ആശുപത്രി ചെന്നു. മൂക്കുന്നൂർ ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒന്നും മനസ്സിലാവണില്ല. അവർ പറഞ്ഞു എലിപ്പനിയാണെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം പറഞ്ഞു മഞ്ഞപ്പിത്തമാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ന്യൂമോണിയ പനിയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ട്രിപ്പ് ഇട്ടും കൊണ്ടിരുന്നു. ഇവൻ്റെ മേലാകെ നീര് വന്ന് ഇവൻ ഭയങ്കര വണ്ണം വെച്ച്. ഇവന് മിണ്ടാനൊന്നും പാടില്ല. അത് കഴിഞ്ഞ് അത് അവിടെ നിന്ന് ഞങ്ങൾ ഒക്കെ പാടെ കൂടി ഒച്ചയെടുത്ത് അവിടെ നിന്ന് ഇവർക്കൊന്നും മനസ്സിലാവാണ്ട് ഈ ട്രിപ്പ് ഇടുന്നത് അവിടെ നിന്ന് പേര് വെട്ടിച്ച് ഞങ്ങൾ എറണാകുളം ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശരി അവിടെ ഞങ്ങൾക്ക് അത്ര ഇത് തോന്നിയില്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിളിച്ച് ഇവന് ലിസി ആശുപത്രി കൊണ്ടുവന്നു. അവിടെ ചെന്ന് ചെക്കപ്പ് നടത്തിയപ്പോൾ ജോസ്പി പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ മോന് കിഡ്നി 2 പോയി, എന്തൊട്ട് ജോലിയായിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പെയിൻറ്റിങ്ങിൻ്റെ പണിയുണ്ട്, വെൽഡിങ്ങിൻ്റെ പണിയുണ്ട്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഭയങ്കര വണ്ണുണ്ടായ ആളിന് ക്ഷീണിച്ച് ഇതുപോലെയായി ഛർദി തുടങ്ങിയപ്പോൾ എന്നോട് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് ഡോക്ടർ പറഞ്ഞു ചെക്കപ്പ് നടത്താമെന്ന് പറഞ്ഞു. എല്ലാ ചെക്കപ്പുകളും നടത്തി ലൂർദ് എങ്ങാണ്ട് ഒരു ആശുപത്രിയിലേക്ക് ചെക്കപ്പിന് വേണ്ടി കൊടുത്തു വിട്ടു. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു കിഡ്നി 2 പോയി, ഈ മോൻ 3 മാസത്തെ കൂടുതൽ ജീവിക്കില്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി ഡോക്ടർ പറഞ്ഞു. എനിക്ക് എന്നെ പിടിച്ചിട്ട് കിട്ടിയില്ല. അത് കഴിഞ്ഞ് എല്ലാവരും അവരോട് പറഞ്ഞു ആരൊക്കെ ഉള്ള അവരോടൊക്കെ വരാൻ പറഞ്ഞ് കുറേ ആൾക്കാരൊക്കെ പാടുകൂടി അവിടെ നിന്ന് വന്ന് ഡോക്ടർ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ 1 മാസക്കാലം അവിടെ കിടന്ന് പിന്നെ ഡയാലിസിസ് തുടങ്ങി.
ഈ 2 ഡയാലിസിസ് തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ചാളായിട്ടും പറ്റാണ്ടായപ്പോൾ പിന്നെ 3 എണ്ണമായി. ഇപ്പം നിലവിൽ 4 എണ്ണമായിട്ട് നടക്കാണ്. ഞങ്ങളെ കൊണ്ട് ഒന്നും സാധിക്കാത്ത ഒരു രംഗത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പോൾ ആഴ്ചയിൽ 4 ഡയാലിസിസ് വീതം നടത്തിയാണ് ജീവൻ നിലനിർത്തുന്നത്. ഇനി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് തീർത്തും അപകടകരമായ സ്ഥിതിയിലേക്ക് നയിക്കുകയുള്ളൂ. എല്ലാ ഘടകങ്ങളും അനുകൂലമായി ഒത്തുചേരാത്ത അവസ്ഥയിലാണ് ഇവരിപ്പോൾ. വീട്ടിലെ ചിലവും രോഗചികിത്സയും എല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുപോകുവാൻ കഴിയാതെ ഇവർ വിഷമിക്കുകയാണ്. ഇത് ചിത്രീകരിക്കുന്ന സമയത്തും അനിൽ ഡയാലിസിസിനായി ഹോസ്പിറ്റലിൽ പോകുവാൻ ഒരുങ്ങുകയാണ്. എല്ലാ പള്ളിക്കാരും നാട്ടുകാരും എല്ലാവരും കൂടി കുറച്ച് പൈസയൊക്കെ ഞങ്ങൾക്ക് പിരിച്ചു തന്നു. പക്ഷേ അന്നൊന്നും കിഡ്നി കിട്ടിയില്ല. അപ്പം ആ പൈസയൊക്കെ ഇവൻ്റെ മരുന്നിനും ഡയാലിസിനും എടുത്ത് തീർന്നു പോയി. അതിൽ പിന്നെ കിഡ്നി തരാമെന്ന് 2 കൂട്ടർ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല. ഇപ്പോൾ ഒരു പൈസയില്ല ഞങ്ങളുടെ കയ്യിൽ. ഇപ്പോൾ കിഡ്നി ഡയാലിസിസ് തന്നെ നടക്കുന്നത് അവരും ഇവരൊക്കെ സഹായിച്ചാണ് ഞങ്ങൾ ഡയാലിസിസ് നടത്തുന്നത്. അപ്പച്ചനാണ് പാടില്ലാത്ത ആളല്ലേ, എനിക്കും പാടില്ല. ഇനി ഇവൻ്റെ കാല് 2 ഭയങ്കര നീരാണ്, നടക്കാനൊന്നും വയ്യ. ഇവൻ്റെ കിഡ്നി 2 മാറ്റി വെക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒരു നിവൃത്തിയില്ല. അപ്പം ഈ വീഡിയോ കാണാൻ എല്ലാവരും എൻ്റെ മോൻ്റെ ഓപ്പറേഷത്തിന് വേണ്ടി നിങ്ങളേലായ സഹായം ചെയ്ത് ഞങ്ങളെ സഹായിക്കണം, എൻ്റെ മോൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി. അനിലിനെ ഈ ദുരവസ്ഥയിൽ നിന്നും കരയേറ്റുവാൻ നമുക്കാവട്ടെ. 2 കുട്ടികൾക്കും പ്രായമായ മാതാപിതാക്കൾക്കും ആശ്രയമാകേണ്ട ഒരു വ്യക്തിയുടെ ദൈന്യതയാർന്ന ഈ ജീവിതം മുന്നോട്ട് ഈ വിധത്തിൽ കൊണ്ടുപോകുക പ്രയാസമാണ്. നമ്മുടെ പ്രാർത്ഥനയാലും സാമ്പത്തിക സഹായത്താലും ഇയാളുടെ ഓപ്പറേഷന് വേണ്ടുന്ന പണം കണ്ടെത്തുവാനും അതിലൂടെ അനിലിൻ്റെ ജീവൻ നിലനിർത്തുവാനുമുള്ള ശാശ്വത പരിഹാരത്തിലേക്ക് എത്തുവാനും കഴിയുമാറാകട്ടെ. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇവർക്കുണ്ടാകണമെന്ന് ദൈവനാമത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇത്തരം നന്മയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ നമുക്കാകുന്നതുകൊണ്ട് തന്നെയാണ് ഈ അവസ്ഥയിലുള്ള പല മനുഷ്യർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം കനിഞ്ഞിട്ടുള്ളതെന്നുള്ള കാര്യം ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. അവിടുന്ന് തന്നെയാണല്ലോ നമ്മെ ഇതിനായി ഒരുക്കിയിരിക്കുന്നതും. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ നവീൻ എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോഴും നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. നവീൻ 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അവൻ്റെ അമ്മ ലിഷിയാണ് എൻ്റെ
ഇടതുവശത്ത് ഇപ്പോൾ ആയിരിക്കുന്നത്. നവീനെ 17 വയസ്സായപ്പോൾ മുതൽ കിഡ്നി രോഗത്തിന് അടിമയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അമല ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് ചികിത്സയിലാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട്ടിലെ അപ്പനും അമ്മയും വേറൊരു സഹോദരിയും ആണ് ഉള്ളത്. അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമായിട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ്. നമുക്കറിയാം, എന്തുമാത്രം സമ്പത്തുണ്ടെങ്കിൽ പോലും ഒരു രോഗമൊക്കെ വന്നുകൂടിയാൽ ഒത്തിരി പണം നമ്മളറിയാതെ തന്നെ നമുക്ക് ചിലവഴിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഗുഡ്നസ് ടി വി നവീനെക്കുറിച്ച് അറിയുന്നതിനും ഗുഡ്നസ് ടി വിയിലൂടെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിനുമായിട്ട് ഇടയായത്. അപ്പോൾ ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചതിൻ്റെ ഫലമായിട്ട് 1,50,000 രൂപ സമാഹരിക്കുന്നതിനും ഇപ്പോൾ കൊടുക്കുന്നതിനുമായിട്ട് സാധിക്കുകയാണ്. ഈ അവസരത്തിൽ ഗുഡ്നസ് ടി വിയുടെ പേരിൽ, നല്ലവരായ പ്രേക്ഷകരുടെ പേരിൽ ഈ തുക ഞാനിപ്പോൾ നവീൻ്റെ അമ്മ ലിഷയ്ക്ക് കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടി വിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നതിനായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. നല്ലവരായ ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകർ സഹകരിക്കുന്നത് കൊണ്ടാണ്, ഉദാരമായിട്ട് സംഭാവന ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള ചികിത്സാ സഹായ നിധികൾ കൈമാറുന്നതിനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഓരോ ആവശ്യവുമായിട്ട് നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങളത് നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് കണ്ട് മനസ്സിലാക്കി വളരെ ഉദാരമായിട്ട് സഹകരിക്കുന്നതിനായിട്ട് തയ്യാറാവുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനും ഇപ്പോൾ കൊടുക്കുന്നതിനായിട്ടും സാധിച്ചത്. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തരുന്നത് എന്ന്. അപ്പോൾ മറ്റുള്ളവരിൽ ദൈവത്തെ കാണാനായിട്ട് നമുക്ക് സാധിച്ചാലാണ് അവരെ ശുശ്രൂഷിക്കുന്നതിനും അവർക്ക് സഹായം ചെയ്യുന്നതിനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും നമ്മൾ തയ്യാറാകുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. ആയുസ്സും ആരോഗ്യം നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് ജോലി ചെയ്യുന്നതിനും അധ്വാനിക്കുന്നതിനും പണം സമ്പാദിക്കുന്നതിനുമൊക്കെ സാധിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സഹായിക്കുന്നതിനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ വലിയ സേവനത്തിന്, വലിയ സ്നേഹത്തിന് തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ദൈവം നിങ്ങളെ തൻ്റെ ഉള്ളം കയ്യിൽ കാത്തു സൂക്ഷിക്കുന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നതിനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ നവീനെ ഇനിയും നമുക്ക് ഓർക്കാം. അവൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഇനിയും ആയുസ്സും ആരോഗ്യവും സൗഖ്യവും നൽകി ദൈവം നവീനെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി. എത്ര പറഞ്ഞാലും എനിക്ക് വാക്കുകളില്ല. എൻ്റെ മോന് വേണ്ടി എല്ലാവരും സഹായിച്ച എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും വേണ്ടി, ഗുഡ്നസ് ടി വിക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു.